നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പതിവ് പോലെ തന്നെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇന്ന് അമ്പലത്തിൽ പോയി. ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണ് കേട്ടോ. തൃക്കേട്ട ചിങ്ങമാസത്തിൽ വഴിപാടൊക്കെ കഴിച്ച് വന്നു. അപ്പോൾ ഞങ്ങളിനി ഇന്ന് ഉണ്ടാക്കാൻ പോണ സാധനങ്ങളിൽ 2 എണ്ണം ഓണത്തിനുള്ളതാണ് കേട്ടോ. ഒന്ന് അവിയലാണ് കേട്ടോ. അവിയലില്ലാണ്ടൊരു സദ്യ ഇല്ല. എല്ലാ കഷ്ണങ്ങളും ചേർന്ന ഒരു നല്ല ഡിഷാണ് അവിയൽ. അപ്പോൾ അവിയലാണ് ഇന്നൊന്ന്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, എരിശ്ശേരി. അത് രണ്ടും നമുക്ക് ഉണ്ടാക്കാമെന്ന്. പിന്നെ ഓണം സ്പെഷ്യലാണ്, പിറന്നാൾ സ്പെഷ്യലാണ് കേട്ടോ. രണ്ടും കൂടിയാണ്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അവിയലിൽ ചേരാത്ത കഷ്ണങ്ങളില്ല എന്നാണ് പറയാം അല്ലേ. ചേന, കായ, കുമ്പളങ്ങ, തക്കാളി, ക്യാരറ്റ്, കൈപ്പയ്ക്ക, വഴുതനങ്ങ, മുരിങ്ങക്കായ, പയർ, ഏത് കഷ്ണം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. നുറുക്കാം, ഉണ്ടാക്കാം. ഓരോന്നായിട്ട് നമുക്ക് നുറുക്കാമല്ലോ. എല്ലാതും ഇതേപോലെ നീളത്തിൽ നുറുക്കണം അല്ലേ. പയർ ഇത്ര മതി കേട്ടോ. എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാടാവും കേട്ടോ. പയർ, പിന്നെ ഇതാ ഒരു മുരിങ്ങക്കായ ഇടാം. പൊളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത് പെട്ടെന്ന് വേവും. ചിലപ്പോൾ മുരിങ്ങയുടെ ഉൾഭാഗം വെന്തില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ ഒന്ന് പൊളിച്ചിട്ടു മാത്രം കേട്ടോ. ഒരു കഷ്ണം കായ ഇടാം, നേന്ത്രക്കായ. ഒരു കഷ്ണം കയ്പ്പയ്ക്ക ഇടാം. കയ്പ്പയ്ക്ക ഇട്ടു. ഇനി ഒരു കഷ്ണം ക്യാരറ്റ് ഇടാം. ചെറിയ ക്യാരറ്റാണ് ഇത്, മുഴുവൻ ഇടാം കേട്ടോ. ക്യാരറ്റ്, വഴുതനങ്ങ ഇടാം. കുമ്പളങ്ങ ഇടാം. എല്ലാ കഷ്ണങ്ങളും നുറുക്കി കേട്ടോ. ഇത്രയും മതി. ഈ പുളിക്കായിട്ട് ഞാൻ കോൽപ്പുളി അല്ല ഒഴിക്കുന്നത്, തൈരുമല്ല, തക്കാളിയാണ്. ഒരു തക്കാളി ഇത്ര മതി. ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇതിലെ കഷ്ണമൊക്കെ നുറുക്കിയിട്ട് കഴുകി ഇതാ ചീനച്ചട്ടിയിലിട്ടു. ചീനച്ചട്ടിയിൽ വയ്ക്കാം, ഉരുളിയിൽ വയ്ക്കാം. എന്തായാലും കട്ടിയുള്ള പാത്രമായിരിക്കണം. മൂട് അടി കട്ടിയുള്ള പാത്രം ആണ് നല്ലത്. കാരണം ഇതിലധികം വെള്ളമൊന്നും ഞാൻ ഒഴിക്കണില്ല കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് കരിയാതിരിക്കാനൊക്കെ നല്ലത് ഇങ്ങനെയാണ്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇട്ടു. ഇനി ഞാൻ പുളിക്കായിട്ട് ഇടുന്നത് തക്കാളിയാണ് കേട്ടോ. എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ. അതായത് ഇപ്പോൾ ഒരു കഷ്ണം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവിയലിൽ ഇങ്ങനെയാണ് നുറുക്കുക, നീളത്തിൽ ഇതേപോലെ നുറുക്കുക. പുളി ഒഴിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് പുളി ഒഴിക്കാം, വെന്ത് കഴിയുമ്പോൾ ഒഴിക്കാം. പക്ഷേ ഞാൻ പുളിയല്ല ഒഴിക്കണേ, തക്കാളിയാണ്. പിന്നെ ഇതിൽ ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ഇത്. അത് സൈഡ് കറിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ഞാൻ പൊടി ഉപ്പ് ഇടണേ. കാരണം വെള്ളം അധികം ഒഴിക്കാത്ത കാരണം പൊടി ഉപ്പാണ് നല്ലത്. കല്ലുപ്പാണെങ്കിൽ അരിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. പൊടി ഉപ്പ് ഇട്ടു. പച്ചമുളക് കീറിയിടാം. വേറെ മുളക് പൊടി ഇട്ടുന്നില്ല കേട്ടോ. പച്ചമുളക് ഇട്ടു. 1 2 പച്ചമുളക് ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇടാം. മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാതായി. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി അത്ര മതി. ഇത്തിരി വെളിച്ചെണ്ണ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ബെസ്റ്റായിട്ടൊന്ന് തിരുമ്പുക. അപ്പോൾ നമ്മൾ കഴുകിയ ആ വെള്ളം, കുറച്ച് വെള്ളമുള്ള കഴുകിയിട്ടിട്ടുള്ള ആ വെള്ളവും പിന്നെ ഇതിന് വെളിച്ചെണ്ണ, പിന്നെ കഷ്ണത്തിലുള്ള വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് വരും. വേറെ വെള്ളം ഒഴിക്കണ്ട നമുക്ക്.
അടച്ചു വയ്ക്കാം. അപ്പം എൻ്റെ കഹിമലത്ത് ഇത് കളയാനായിട്ട് മാത്രം ഒരു തുള്ളി വേണമെങ്കിൽ ഒഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എൻ്റെ കഹിമലത്ത് പോകാനായിട്ട് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ തളിച്ചു. ഇനി അടുപ്പത്ത് വയ്ക്കാൻ കേട്ടോ. തീ കത്തിച്ചിട്ട് തീ കത്തിച്ചു, അടുപ്പത്ത് വെച്ചു, അടച്ചു വയ്ക്കാം. 2 കറിവേപ്പില മുകളിൽ വെക്കുക, നല്ല വാസനയ്ക്ക് അടച്ചു വയ്ക്കാം. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് മറിച്ച് ഇളക്കാം. പെട്ടെന്ന് വേവ് വെന്തിങ്ങനെ കുഴയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നാളികേരം ഒന്ന് പതുക്കെ ഒതുക്കിയിടണം. ഇതാ ഒരു 2 കപ്പ് എന്ന് പറയാം, കൈ കൊണ്ട് എടുക്കണേ 2 കുത്ത് നാളികേരം എടുത്തു. ഇനി അതിലേക്ക് ജീരകം ഇടണം. ഇതാ 1 ടീസ്പൂൺ ജീരകം ഇട്ടു. ഇനി നമുക്കതിൽ പച്ചമുളക് ഒരെണ്ണം ഇടാം കേട്ടോ. ഒന്ന് ഒതുക്കിയെടുക്കാം. എന്തായാലും നോക്കട്ടെ കേട്ടോ. തിളച്ചിട്ടുണ്ട് ഉണ്ടോ, വെള്ളമൊക്കെ ഉണ്ട്. വെള്ളത്തിൽ അധികമല്ല, വറ്റിയിട്ടൊന്നുമില്ല, അടി പിടിച്ചിട്ടൊന്നുമില്ല. പകുതി വേവായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്നും കൂടി വേവട്ടെ. വെന്ത് കുഴയാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. നാളികേരം ഒന്ന് ഒതുക്കിയെടുക്കാം. നാളികേരം ജീരകം പച്ചമുളകും കൂട്ടിയിട്ട് ഒന്ന് ഒതുക്കിയെടുത്തത് ഇതിലേക്ക് ഇടാട്ടെ. വെന്തു. ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റി വെന്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വെന്ത് കുഴയാൻ പാടില്ല. അവിയലിൻ്റെ കഷ്ണങ്ങൾ വേറെ വേറെ ഇങ്ങനെ കിടക്കണം. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ. നമുക്ക് ഇനി നാളികേരം നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആകാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലായിടത്തും എത്തട്ടെ. നാളികേരം ജീരകം പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതെല്ലായിടത്തും എത്തണം. ഇതങ്ങനെ ഉടയാണ്ട് ഇളക്കുക. വലിയ കയ്യിലെടുക്കണ്ട കേട്ടോ, ഉടഞ്ഞു പോയാലോ. ഇനി ഇതിലിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം, അതാണ് വേണ്ടത്. 2 കറിവേപ്പില ഊരിയിട്ടു. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. സദ്യക്കൊക്കെ ഉണ്ടാക്കണതിൽ നന്നായിട്ട് ഒഴിക്കും കേട്ടോ. ഞാൻ അധികമൊന്നും ഒഴിക്കണില്ല. അതിൽ നിന്നിങ്ങനെ ഒലിച്ചു വരും വെളിച്ചെണ്ണ. അത്ര ഞാൻ ഒഴിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ അവിയലിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് വിളമ്പേ വേണ്ടു. അടച്ചു വയ്ക്കാം കേട്ടോ. പാത്രപാകത്തിനിരിക്കട്ടെ. ഇപ്പോൾ ഇതാ അവിയലിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അടുത്തത് എരിശ്ശേരിയാണ് കേട്ടോ. ഒരു കഷ്ണം ചേന എടുക്കാം, ഒരു നേന്ത്രക്കായ എടുക്കാം. അതുകൊണ്ട് ചെറിയ എരിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. അടി ടേസ്റ്റുള്ള ഒരു എരിശ്ശേരി. ഇലയുടെ ഏറ്റവും വലത്തേ ഭാഗത്ത് സൈഡിൽ വെള്ളമണ്ണ കറിയാണത്. ചെറുതാക്കി ഇതുപോലെ പിക്കി ഇടാം ചേന. ഇപ്പോൾ ചേന നുറുക്കി കഴിഞ്ഞു. ഇനി നേന്ത്രക്കായ തൊണ്ടൊന്നും കളയണ്ട കേട്ടോ. ഏഴൊന്ന് ചെത്തി കളഞ്ഞിട്ട് ഇങ്ങനെ 3ആയിട്ട് ഇങ്ങനെ ആക്കുക, പൊളിക്കുക. അത് കഴിഞ്ഞിട്ട് നീളത്തിൽ അങ്ങോട്ട് ചെത്തുക. അത് കണ്ടോ, ഇതേപോലെ. ചേനയും കായയും നുറുക്കി കഴിഞ്ഞു. നന്നായിട്ട് കഴുകണം. കായയ്ക്ക് കറി ഉണ്ടായിരിക്കും. നന്നായിട്ട് കഴുകി കുക്കറിലിട്ടു. കണ്ടില്ലേ, കഴുകിയിട്ടുണ്ട് കേട്ടോ. പുതിയ ചേനയാണെങ്കിൽ കഴുകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, കൈ ചൊറിയേ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് പൊടി ഇടാം. കുറച്ച് മതി, 1/2 ടീസ്പൂൺ ഇട്ടുള്ളൂ. നല്ല എരിവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ്, മുളക്, മഞ്ഞൾ, വെള്ളം ഒഴിച്ചു. അടുപ്പത്ത് വയ്ക്കാം അടച്ചിട്ട്. അടച്ചു. അടുപ്പത്ത് വയ്ക്കാം. ഒരു 2 വിസിൽ കേട്ടോ. അപ്പോഴേക്കും ചേനയും കായും വേവും. അടുപ്പത്ത് വെച്ചു, വേവട്ടെ. ഇത് വിസിൽ വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം നമുക്ക് അരച്ച് വയ്ക്കാം. ജീരകം ഇട്ടിട്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇത്ര നാളികേരം ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് മതി. എന്താ വെച്ചാൽ അരച്ചൊഴിക്കുന്നതല്ല കാര്യം, വറുക്കണതാണ് കേട്ടോ. അതുകൊണ്ട് കൂടുതൽ വറുക്കാം, കുറച്ച് അരച്ചൊഴിക്കാം. ജീരകം കൂട്ടണം അരയ്ക്കുമ്പോൾ. 1 ടീസ്പൂൺ ജീരകം ഇടാം. യെസ്. ഇത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ. അരച്ച് കഴിഞ്ഞു. കണ്ടോ,
കുറച്ച് വെള്ളം ചേർത്തുണ്ട് കേട്ടോ ഞാൻ. അപ്പം നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറക്കാം. തുറന്നു ഇളക്കി നോക്കാം കേട്ടോ. ഇതാ കണ്ടുവോ, ഉടഞ്ഞിട്ടൊന്നുമില്ല, വെന്തിട്ടുണ്ട് കേട്ടോ. ചേനയും വെന്തുണ്ട്, കായും വെന്തുണ്ട്. വെള്ളമൊക്കെ പാകമാണ്. ഇത്തിരി വെള്ളം ഉണ്ട് താനും, തീരെ ഇല്ല, ഇല്ലായികില്ല. അടുപ്പത്ത് വെച്ചു, ഇനി വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. അതിനോടൊപ്പം തന്നെ നമുക്ക് നാളികേരവും ജീരകവും കൂട്ടിയിട്ട് അരച്ചത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഒന്ന് ഇളക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. നാളികേരത്തിലത്തെ വെള്ളം ഉണ്ടല്ലോ, അത് വറ്റണം, ഒന്ന് തിളക്കണം. വെള്ളം ചേർത്ത് അരച്ച നാളികേരമല്ലേ, അപ്പോൾ ഒന്ന് പതുക്കെ തിളച്ചോട്ടെ. അപ്പോൾ വെള്ളം വറ്റുകയും ചെയ്യും. ഒരു കുഴമ്പൻ പാകത്തിന് നമുക്കത് എടുക്കണം. കുറച്ച് നേരം ചൂടായി ഒന്ന് തിളച്ചോട്ടെ. തിളച്ചപ്പോൾ അത് വാങ്ങി വെച്ചു. ഇനി അതിൽ വറുത്തിടണം. വറുത്തിടാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ. നാളികേരമൊക്കെ വറക്കേണ്ടതല്ലേ. ഇത് നോക്കൂ, വെള്ളമൊക്കെ ഇതിൽ കുറച്ചുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി. ഒരു സ്പൂണ് കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം. അതിൽ വറ്റൽമുളക് ഇട്ടു. നന്നായിട്ട് അതിൽ നാളികേരം ഇടാം കേട്ടോ. നന്നായിട്ട് വറുത്തിടണം നാളികേരം ഇങ്ങനെ വറുത്ത് അതിൽ കടുകും നന്നായിട്ട് വേണം കേട്ടോ. എരിശ്ശേരിയിൽ കടുകും നാളികേരം ബെസ്റ്റായിട്ട് വേണം. ഒന്ന് വറക്കണം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കാം. പിന്നെ ഇളക്കിയിട്ട് വെളിച്ചെണ്ണ പൊരി കുറച്ചുകൂടി ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് ഏതാണ്ട് പുളിയുറുമ്പിൻ്റെ കളറാവില്ലേ, അതേവരെ ഇളക്കണം. അരിയാൻ പാടില്ല. നമ്മളിവിടെ വച്ചിട്ട് എവിടെയെങ്കിലും പോകരുത്. അത് നന്നായിട്ട് ഇത് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നിറം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല പുളിയുറുമ്പിൻ്റെ കളർ വരും. അപ്പോൾ നമുക്കത് എടുത്തിട്ട് ഇതിലൊഴിക്കാം കേട്ടോ. ഇപ്പം നോക്കൂ, നല്ല ബ്രൗൺ കളറായില്ലേ, ഉണ്ടോ, മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇടാം. വേവിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമ്മളിത് ഇട്ടു. ഇനി പണി കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത്തിരി കറി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതിൽ വറവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നല്ല ടേസ്റ്റ് കേട്ടോ ഈ എരിശ്ശേരി. ചില ആൾക്കാർ ഇതിൽ ഇത്തിരി ശർക്കരപ്പൊടി ഇടും കേട്ടോ. എനിക്കത് ഇഷ്ടമില്ല, ഞാനിടില്ല. ശർക്കരപ്പൊടി ഇടുമെന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ. ഞാനിടാറില്ല കേട്ടോ. നമ്മുടെ എരിശ്ശേരിയുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചു. ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പകർത്താം കേട്ടോ. ഇത് കുറച്ച് നേരം കഴിഞ്ഞു കേട്ടോ. ഞാൻ പകർത്തി വയ്ക്കാൻ പോവാണ്. കണ്ടോ, ഇതും സെക്കൻഡ് കറി ആയിട്ട് വിളമ്പണ ഒരു കറിയാണ് കേട്ടോ. ഇത് സൂപ്പർ എരിശ്ശേരിയാണ് കേട്ടോ. അടിപൊളിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.